പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ദിലീപ് പറഞ്ഞു എന്ന് പറഞ്ഞ ആളുകൾ കോടതിയിലെത്തിയപ്പോൾ മൊഴി മാറ്റിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നടന്ന കാര്യമാണ്. ഈ കേസിനെ സംബന്ധിച്ച് 2017 മുതൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തക നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നൊരു പ്രശ്നമുണ്ടല്ലോ. താങ്കൾ ഫിലിം ചേംബറിനെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അങ്ങനെ ആ പെൺകുട്ടിക്ക് നീതി വേണമെന്ന് എന്തുകൊണ്ടാണ് തോന്നാത്തത്? ഇതിങ്ങനെ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ പുതിയ ട്വിസ്റ്റുകൾ വരുന്നു, സിനിമ പോലെ ക്ലൈമാക്സ് മാറുന്നു. എന്തവസ്ഥയാണിത്? ഈ പെൺകുട്ടിക്ക് നീതി വേണ്ടെന്ന് ആരാ പറഞ്ഞേ? പൾസർ സുനിയല്ല ഇത് ചെയ്തത്. പൾസർ സുനി ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. തിരിയണ്ട ഒരു വൈകാരികത, അത് അതേ ബൈജു കൊട്ടാരക്കര പറഞ്ഞപ്പോൾ അഭിലാഷ് ഇടപെട്ടില്ല. അഭിലാഷ് നിങ്ങളുടെ പരിപാടിയൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇല്ലില്ല ഞാനൊന്ന് പറയട്ടെ. 21 സാക്ഷികൾ മൊഴി മാറ്റി കോടതിയിലോ. ഈ ചർച്ച കേൾക്കുന്ന നിയമം അറിയാവുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ കേരളത്തിലുണ്ട്. സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന മൊഴിക്കാണോ വില, കോടതി കൊടുക്കുന്ന മൊഴിക്കാണോ വില? ജനം തീരുമാനിച്ചോട്ടെ കേട്ടോ. അഭിലാഷ് ഇതൊക്കെ അറിയാം. മനഃപൂർവ്വം ഒളിച്ചു വെക്കുക. എനിക്കറിയാം, താങ്കൾക്കും അറിയാം. പ്രോസിക്യൂഷൻ വിറ്റ്നസ് PW, പ്രോസിക്യൂഷൻ വിറ്റ്നസ് കാര്യങ്ങൾ രേഖയാണത് പുറത്തു വന്നിട്ടുണ്ട്. കോടതിയിൽ പോയതിനു ശേഷം അവരെന്താ പറഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ, ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ പകലും രാത്രിയും പോലെ വ്യക്തമായ കാര്യങ്ങളെ താങ്കള് തെറ്റായി ധരിപ്പിക്കരുത്. ഞാൻ സംസാരിക്കുന്നില്ല, അഭിലാഷ് സംസാരിച്ചോളൂ. ഞാൻ സംസാരിക്കുന്നില്ല, അഭിലാഷ് സംസാരിച്ചു, ഞാൻ വിടുക. അല്ല സംസാരിച്ചോളൂ, അല്ല താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾ ഇടപെടാൻ പാടില്ല. പ്രോസിക്യൂഷൻ സാക്ഷികളായി കോടതിയിൽ പോയ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട എങ്ങനെയാണ് ഹോസ്റ്റൈൽ എന്ന് പറയുന്നത്? ഏത് സാഹചര്യത്തിലാണ്? അവർ നേരത്തെ പറഞ്ഞ കാര്യം മാറ്റി പറയുമ്പോ കോടതിയിൽ അവർ ദിലീപിന് അനുകൂലമായി മൊഴി പറഞ്ഞില്ല എന്നാണോ? കോടതിയിൽ അവർ ദിലീപിന് അനുകൂലമായാണ് മൊഴി പറഞ്ഞത്. താങ്കൾക്ക് സംശയമുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഹിയർസേക്കാരെല്ലാം ഞാനൊരു അഭിലാഷ് കോടതിയിൽ പോയിട്ടുണ്ടോ? കോടതിയിൽ വാദങ്ങൾ കേട്ടിട്ടുണ്ടോ? ബന്ധപ്പെട്ട നിയമം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൊടുക്കുന്ന മൊഴിക്ക് വിലയില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നു. കോടതിയിൽ കൊടുക്കുന്ന മൊഴിക്കാണ് വില. എങ്ങനെയാണ് മാറുന്നത്? നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ് അവർ ആദ്യം പറഞ്ഞത്, പോലീസിനോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവര് കോടതിയിൽ പോയപ്പോ അതൊന്നുമല്ല പറഞ്ഞത്. ഇത് നമുക്ക് വ്യക്തമായിട്ടുള്ള അറിയാവുന്ന കാര്യമാണ്. വിലയില്ല അഭിലാഷ്. അല്ല, പോലീസിൽ കൊടുക്കുന്ന മൊഴിക്ക് വിലയില്ല എന്നുള്ളതാണോ താങ്കളുടെ അക്കാര്യത്തിലുള്ള ഉത്തരം? പ്രോസിക്യൂഷൻ സാക്ഷികളായി കോടതിയിൽ വിസ്തരിക്കപ്പെട്ട ആളുകൾ, പ്രോസിക്യൂഷൻ സാക്ഷികളായി കോടതിയിൽ വിസ്തരിക്കപ്പെട്ട ആളുകൾ അവര് ഹോസ്റ്റൈലായി എന്നുള്ളത് ഈ കേസിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡാണ്. അത് പണ്ട് നടന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താങ്കൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അതേക്കുറിച്ച് തർക്കിക്കരുത്. ഹോസ്റ്റൈലായെങ്കിൽ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അവരെ പൊളിച്ചെടുക്കാഞ്ഞത്? പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് പൊളിച്ചെടുക്കില്ല? ഞാൻ തിരിച്ചു പ്രോസിക്യൂഷൻ എങ്ങനെയാണ് പൊളിച്ചെടുക്കുക? കള്ളം പറയാൻ തീരുമാനിച്ച ഒരാളെ പറയട്ടെ, എന്തുകൊണ്ട് കള്ളം പറയാൻ തീരുമാനിച്ച ഒരാളെ എങ്ങനെ പൊളിച്ചെടുക്കണമെന്നാണ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രണ്ട് കാരണങ്ങൾ മതിയല്ലോ ദിലീപിനെ ശിക്ഷിക്കാൻ. അതിന് ഒത്തിരി വലിയ റോക്കറ്റ് കണ്ടുപിടിച്ച ബുദ്ധിയൊന്നും വേണ്ടല്ലോ. ഒന്ന്, പൾസർ സുനിയുമായി ദിലീപിന്റെ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. 2, ദിലീപ് പൾസർ സുനിക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ? ഈ 2 കാര്യം ചെയ്താൽ പോരെ, ദിലീപ് ശിക്ഷിക്കപ്പെടുമല്ലോ. പിന്നെ എന്തിനാണ് ഈ കിടന്ന് ബഴകുന്നത്? ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഒരാൾ പറയുകയാണ് പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ വന്നു, അത് ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ആരാ പൊട്ടൻ? ഈ ബാങ്ക് ഇടപാട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. ഒരാളുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട ആളെ കണ്ടുപിടിക്കാൻ ഇത്ര പാടാണോ അഭിലാഷേ?
ഇതൊക്കെ ആരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത്? അല്ല, ഇതൊക്കെ തങ്ങൾക്ക് വിചാരണയിൽ വേണ്ടത് ഇരിക്കുന്ന മാത്രം കാര്യമല്ലേ? അന്വേഷിക്കുക. വിചാരണയിൽ തങ്ങൾക്ക് വേണ്ടാത്ത കോടതിക്ക് കുരുക്കാവുന്നതല്ല reject ചെയ്യുക. പൾസർ സുധീറിനും തമ്മിലുള്ള ബന്ധവും എന്ന ഉറപ്പ് നമുക്ക് ആർക്കും വേണ്ട. നിങ്ങൾ ഈ വെറുതെ ഉത്തരം പറഞ്ഞ് ഈ ചേംബറിന്റെ വില പോലെ കളയാതെ വിചാരണ കഴിഞ്ഞ് കോടതി വിധിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്തില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. ബാങ്കിൽ പൈസ ഇട്ട ആളെ അറിയില്ലെന്ന്. അല്ല, അറിയില്ല എന്നാണോ? അറിയില്ല എന്നാണോ? ഈ കേസിലെ വിചാരണ കഴിഞ്ഞ് കോടതി വിധിക്കുമ്പോ അറിയാമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാവുമല്ലോ. അറിയില്ലെന്ന് ആരാണ് പറഞ്ഞത്? സജീവ് ചേട്ടേ, ശരി.